KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ, ജില്ലാ KSU ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്ന കേരള വിദ്യാർത്ഥി യൂണിയന്റെ സമാരാധീരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ഒരു വലിയ പ്രതിഷേധ സമരവുമായിട്ടാണ് KSU സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തേക്ക് കടന്നു വന്നത്. മുട്ടിലിഴയേണ്ട, നിവർന്നു നിൽക്കൂ, അത് മുഖ്യമന്ത്രിയുടെ ഉത്തരവായാലും ഗവർണർ അലറിയാലും എന്ന് പറയുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് KSU സംസ്ഥാന കമ്മിറ്റി ഇന്ന് DGPയുടെ ഓഫീസിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി നവകേരള സദസ്സ് എന്ന് പറയുന്ന ഒരു ആർഭാട യാത്ര കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ സർക്കാരിന്റെ PR എക്സസൈസിന് വേണ്ടി നടത്തുന്ന ഒരു ജാഥ ഇവിടെ സംസ്ഥാനമാകമാനം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളോ ഗ്രാന്റുകളോ ഈ ഗ്രാന്റ് ഉൾപ്പെടെ ഒന്നും ലഭിക്കാതെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഉച്ചക്കഞ്ഞി കുടിക്കാൻ പോലും പൈസയില്ലാത്ത വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ സർക്കാർ കടന്നു പോകുമ്പോൾ അതിനെയൊന്നും വകവയ്ക്കാതെ ഒരു ആർഭാട ദൂരയാത്രയുമായി പിണറായി വിജയൻ കടന്നു വരുമ്പോൾ കേരളത്തിന്റെ തിരുവോരങ്ങളിൽ ജനാധിപത്യപരമായ രീതിയിൽ KSUവിന്റെ സഹപ്രവർത്തകർ മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് കരിങ്കൊടി പ്രതിഷേധവുമായി കടന്നു വരുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ കേരള പോലീസിന് ഇവിടെ ആർജവുമില്ലാതെ ഇവിടെ കേരളത്തിന്റെ സമാധാന ക്രമസമാധാന ചുമതല DYFI ഗുണ്ടകളെ ഏൽപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് DYFIയുടെ ഗുണ്ടാപ്പട ഇവിടെ മുന്നോടിയായി യാത്രയുമായി നടന്ന കേരളത്തിലെ തിരുവോരങ്ങളിൽ സമരം ചെയ്യുന്ന KSUവിന്റെ സഹപ്രവർത്തകരെ അടിച്ചൊതുക്കുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ആ സമരത്തോട് കേരളത്തിലെ പോലീസിന്റെ സമീപനം എന്താണെന്ന് നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെത്തിയപ്പോൾ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് AD തോമസിന്റെ തലയടിച്ചു പൊളിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു മാസക്കാലം മുമ്പ് ആർ ബിന്ദുവിനെതിരെ സമരം ചെയ്ത KSUവിന്റെ സഹപ്രവർത്തക നസിയ മുണ്ടപ്പള്ളി എന്ന് പറയുന്ന സംസ്ഥാന ഭാരവാഹിയുടെ തലയടിച്ചു പൊളിക്കുന്നത് കണ്ടു. എന്നാൽ സമാനമായ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധം നടത്തിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സമരം ചെയ്ത SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ പരിലാളിക്കുന്ന കേരള പോലീസിനെയും നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊരു വിരോധാഭാസമാണ്. സമരങ്ങളെ എത്തരത്തിൽ ഇവിടുത്തെ കേരളത്തിലെ സർക്കാർ അല്ലെങ്കിൽ പോലീസ് കൈകാര്യം ചെയ്യുന്നു എന്നൊരു വിരോധാഭാസകരമായ ഒരു സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞൊരു വാചകമുണ്ട്. ഗവർണർ കുഞ്ഞാൻ പറഞ്ഞാൽ മുട്ടിലെഴുതുന്ന ഒരാളെ കേരള പോലീസ് എന്ന് പറയുമ്പോൾ ഈ പോലീസിന്റെ ഇടയിൽ സംഘപരിവാർ നടക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. അതിനെന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല? മറിച്ച് ഞങ്ങളുടെ സഹപ്രവർത്തകരെ തല തല്ലിപ്പൊളിക്കുന്ന ഒരു നയവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. SFI ഇവിടെ പൊറാട്ട് നാടകവുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. ഇവിടെ കേരളത്തിൽ ഇവിടെ ഗവർണറുടെ ഓഫീസിൽ സംഘപരിവാർ ഏജന്റിനെ തിരികെ കയറ്റിയപ്പോൾ ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി IS കർത്ത എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന സംഘപരിവാർ ഏജന്റിനെ മുഖ്യമന്ത്രിയുടെ ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് തിരികെ കയറ്റിയപ്പോൾ എവിടെയായിരുന്നു SFIയുടെ സംഘപരിവാർ വിരുദ്ധത? അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സമരവുമായി നമ്മൾ കടന്നു വരുന്നത്. ഇപ്പോൾ ഒന്ന് പറയുന്നു, കേരളത്തിലെ പോലീസിനോടൊന്ന് പറയുന്നു, ഞങ്ങളുടെ സഹപ്രവർത്തകരെ അടിച്ചൊതുക്കുന്ന നയവുമായിട്ട് നിങ്ങൾ പോകേണ്ട. അങ്ങനെ പോയി കഴിഞ്ഞാൽ 1-ന് 10,000 10-ന് 100,000 തിരിച്ചടിക്കാൻ പറ്റുന്ന രീതിയിൽ കേരളത്തിലെ സഹപ്രവർത്തകർ കടന്നു വരുമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. കൂടുതലൊന്നും വലിയ ഉദാഹരണങ്ങളൊന്നും വേണ്ട. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ഇവിടെ ഈ കേരളത്തിൽ നടന്ന കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. വർഷങ്ങളായിട്ട് SFI കൈയടക്കി വെച്ചിരുന്ന ക്യാമ്പസുകളിൽ ഇതിലും വലിയ കൊടിയ മർദ്ദനങ്ങളും കൊടിയ പീഡനങ്ങളും ഏറ്റുകൊണ്ടാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ അവിടെ സംഘടനാ പ്രവർത്തനം നടത്തിയത്. SFIയുടെ കുറുവടിക്കും കൊളവടിക്കും മുൻപിൽ നെഞ്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം നടത്തി വർഷങ്ങളായിട്ട് SFI കൈയടക്കി വെച്ചിരുന്ന ക്യാമ്പസുകൾ ഉൾപ്പെടെ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരമുഖത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു കാര്യം മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിലും വലിയ ഗുണ്ടകളെ കേരളം കണ്ടിട്ടുണ്ട്. പിണറായി വിജയനേക്കാളും വലിയ ഗുണ്ടയെ കണ്ടിട്ടുണ്ട്. ഗുണ്ട മടക്കിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് സമരങ്ങളിലേക്ക് മുന്നിലേക്ക് കടന്നുന്ന EMS നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള SFIയുടെ CPM-ന്റെ ഗുണ്ടകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെതിരെയൊക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വർഷം 10 കഴിഞ്ഞോട്ടെ, പിള്ളേരൊന്ന് വളർന്നോട്ടെ,
EMS-നെ EM പൂശി ഇല്ലത്തേക്ക് പറപ്പിക്കുമെന്ന് പറഞ്ഞ മുദ്രാവാക്യം ഏറ്റുവിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചത്. അതുകൊണ്ട് പിണറായി വിജയനോടൊന്ന് പറയുന്നു, നിങ്ങളുടെ പോലീസിനെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. ഇല്ലെങ്കിൽ ഇവിടെ നിയമം കയ്യിലെടുക്കുന്ന തരത്തിൽ ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കടന്നു വന്ന എല്ലാവരും ഒറ്റ വാക്യത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറെ പ്രിയങ്കരനായ മാത്യു പൊന്നാടൻ MLA നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നടത്തുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.